ഒരു ദിവസം എത്ര എഗ് യോക്ക് കഴിക്കാം? ദിവസം 4 എണ്ണം കഴിക്കാം, 8 എണ്ണം കഴിക്കാം, 12 എഗ് യോക്ക് വരെ കഴിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഡോക്ടർ സന്തോഷ് ജേക്കബ്, ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് സർജൻ, ഡോക്ടർ അരവിന്ദ്, കാർഡിയോളജിസ്റ്റ്, ഇവർ തമ്മിലുള്ള ഏകദേശം 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ലൈവ് വീഡിയോയുടെ ഉള്ളടക്കമാണിത്. ഡോക്ടർ അരവിന്ദിന്റെ അഭിപ്രായ പ്രകാരം നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഡയബറ്റിക് ഇല്ല, അതുപോലെ ഒബേസിറ്റി ഇല്ല, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ലെവൽ ആണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഒരു എഗ് യോക്ക് വെച്ച് കഴിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ്, അതുപോലെ നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉള്ള ആളാണ്, ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ എഗ് യോക്കും അതുപോലെ റെഡ് മീറ്റും അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അദ്ദേഹം തെളിവായി വെക്കുന്നത് 2021 ലാർജ് ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നടത്തിയ ഒരു പഠനമാണ്. ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഡെയിലി 2 എഗ് യോക്ക് വെച്ചും മറ്റൊരു ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഡെയിലി 1 എഗ് യോക്ക് വെച്ചും കൊടുത്തു. ഈ ഒരു സ്റ്റഡിയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ പോപ്പുലേഷന് 1 എഗ് യോക്ക് ഡെയിലി കഴിക്കുന്നതാണ് സേഫ് എന്ന് അദ്ദേഹം പറയുന്നത്. എഗ് ഒരു പ്രധാന സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആയിട്ട് കാണുന്നവർക്ക് അവർക്ക് എഗ് യോക്ക് കളയേണ്ട ആവശ്യമുണ്ടോ, അവർ ആ എഗ് യോക്ക് കഴിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഡോക്ടർ സന്തോഷ് ചോദിച്ചു. ഇതിന് ഡോക്ടർ അരവിന്ദിന്റെ മറുപടി ഇതാണ്: എഗ്ഗിൽ കോളിൻ എന്ന ന്യൂട്രിയൻ ധാരാളമായിട്ടുണ്ട്. ഇത് നമ്മളുടെ ബ്ലഡിൽ TMAO ആയിട്ട് കൺവേർട്ട് ആവുന്നു. സോ ഇത് പ്ലാക്ക് ഫോർമേഷന് കാരണമാകുന്നു. അതായത് നമ്മളുടെ ആർട്ടറി വെസൽസിലൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കാൻ ഇത് കാരണമാകുന്നു. ഇത് എല്ലാ വ്യക്തികളിലും ഒരുപോലെ ആകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇത് അത്ലറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ലറ്റ്സിന്റെ ന്യൂട്രീഷൻ ഇൻടേക്ക് എന്ന് പറയുന്നത് അവർ ഫുഡ് കാൽക്കുലേറ്റ് ചെയ്താണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ലറ്റ്സ് കഴിക്കുന്ന ഫുഡ് നമ്മൾ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്കിത് ജനറൽ പോപ്പുലേഷന് കൊടുക്കാൻ പറ്റില്ല. ഡോക്ടർ സന്തോഷ് അദ്ദേഹം ഡെയിലി 4 മുതൽ 8 വരെ ഹോളക്സ് കഴിക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കാലറി ഡെഫിസിറ്റിലാണ് നിൽക്കുന്നത്, ധാരാളം ഫൈബർ അദ്ദേഹം ഫുഡിൽ നിന്നും ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ ലിപ്പിഡ് പ്രൊഫൈൽ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അതിപ്പോഴും നോർമൽ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഫൈബർ ഇൻടേക്ക് ധാരാളമായിട്ടുണ്ടെങ്കിൽ കോളിൻ അബ്സോർപ്ഷന്റെ റേഷ്യോ അത് കുറയ്ക്കുന്നു. സന്തോഷ് സാറിന് 4 എഗ് യോക്ക് ഒരു ദിവസം ഓക്കെ ആയിരിക്കും, പക്ഷേ ഡോക്ടർ അരവിന്ദിന് 4 എഗ് യോക്ക് ചിലപ്പോൾ ഓക്കെ അല്ലായിരിക്കും. അത് ബേസ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ജെനറ്റിക്സിന്റെയും ഡൈജസ്റ്റീവ് എൻസൈംസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഫുഡിൽ നിന്നും മാത്രം നിങ്ങളുടെ പ്രോട്ടീനിന്റെയൊക്കെ കൺസ്യൂം ചെയ്യാതെ വൈഡ് വെറൈറ്റി ഓഫ് ഫുഡിൽ നിന്നും നിങ്ങൾ പ്രോട്ടീൻ എടുക്കുക. നമ്മൾ ഏഷ്യൻസിന്റെ കൊറോണറി ആർട്ടറി വെസൽസിന്റെ സൈസ് എന്ന് പറയുന്നത് 5 mm ആണ്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളുടെ കൊറോണറി വെസൽസിന്റെ സൈസ് എന്ന് പറയുന്നത് 6.5 mm ആണ്. സോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ആളുകൾ എന്തായാലും ഏഷ്യൻസ് തന്നെ ആയിരിക്കും. ഒരുപാട് സ്റ്റഡീസ് ഇതിനെ ബേസ് ചെയ്ത് വരാനുണ്ട്. ഒരുപാട് സ്റ്റഡീസ് വരട്ടെ, അപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ എത്താം. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻസ് എന്താണോ പറയുന്നത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മൈക്കും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ എന്ത് വിവരക്കേടും ആർക്കും വിളിച്ചു പറയാവുന്ന ഒരു സ്റ്റേജ് ആണിപ്പോൾ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാൻ, നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ നോക്കുക. അതിനുശേഷം മാത്രം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. അതുപോലെ പ്രോപ്പർ സയൻസ് ബേസ്ഡ് സ്റ്റഡിയെ ബേസ് ചെയ്താണോ അദ്ദേഹം സംസാരിക്കുന്നതെന്നും കൺഫേം ചെയ്യുക.